ഇസ്രയേൽ ഇറാനുമായിട്ടുള്ള യുദ്ധം ഉടനെ നിർത്തിയില്ലെങ്കിൽ ഇസ്രയേലിൻ്റെ മുകളിൽ ന്യൂക്ലിയർ ബോംബ് വർഷിക്കുമെന്ന് പാകിസ്ഥാൻ പറഞ്ഞതായി തുർക്കി ടുഡേ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ്സിൻ്റെ മേധാവിയായ റിയാസിയാണ് ഈ വാർത്ത പുറത്തുവിട്ടതെന്ന് പറയുന്നു. 6 മണിക്കൂർ മുന്നെയാണ് തുർക്കി പത്രം ഓൺലൈനായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 5 മണിക്കൂർ മുന്നേ പാകിസ്ഥാൻ ഇത് വെഹളി പിടിച്ച് നിഷേധിച്ചുകൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് വ്യക്തമായിട്ടറിയാം. പാകിസ്ഥാൻ്റെ ഫെയിൽഡ് മാർഷൽ, തോറ്റ മാർഷൽ എന്ന് ചുരുക്കം, അസീം മുനീർ ഇപ്പോൾ US-ലാണ്. അസീം മുനീറിനെ അമേരിക്കയിലെ മിലിറ്ററി ഡേ പരേഡിന് വേണ്ടി മുഖ്യാതിഥിയായിട്ട് വിളിച്ചിട്ട് ചെന്നതാണെന്നാണ് പാകിസ്ഥാനി മാധ്യമങ്ങളും നമ്മളുടെ ഇവിടുത്തെ കുറേ പ്രതിപക്ഷ നേതാക്കന്മാരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അമേരിക്കയെ അത് വ്യക്തമായി നിഷേധിച്ചിരിക്കുകയാണ്. സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ടിക്കറ്റ് മേടിച്ചു പോയ ആളാണ്. അവിടെ ചെന്നത് അരക്കാൻ വേണ്ടിയാണ്. ഇപ്പം പാകിസ്ഥാൻ്റെ അടുത്ത് ആകെയുള്ളൊരു കാര്യം അവർക്ക് പറയാനുള്ളത്, ചൈനയുടെ മുഴുവൻ വ്യോമ പ്രതിരോധവും എയർ ഡിഫൻസ് മുഴുവൻ ഒരു കാര്യവുമില്ലാതെയായി. ഇന്ത്യയുടെ ബ്രഹ്മോസും എല്ലാം ഞങ്ങളെ പൂർണ്ണമായും നശിപ്പിച്ചു. ഇതിപ്പോൾ അവർ പറയാൻ തുടങ്ങി. നേരത്തെ ഇങ്ങനെയായിരുന്നില്ല. ഇപ്പം ഇരവാദത്തിലേക്ക് വന്നു. ഞങ്ങൾ ഇരകളാണ്. അപ്പം അമേരിക്കയ്ക്കുള്ള ഓഫർ ഇതാണ്. കാശൊന്നും തരാനില്ല, പക്ഷേ അമേരിക്കയുടെ അടുത്തുനിന്ന് ഞങ്ങൾ എയർ ഡിഫൻസ് സിസ്റ്റം മേടിക്കാം, അത് നിങ്ങൾ തൽക്കാലത്തേക്ക് ഫ്രീ ആയിട്ട് തരിക. അപ്പം ലോകം മുഴുവൻ അറിയും ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റം പൊളിഞ്ഞു പോയി എന്നുള്ളത്. ഇങ്ങനെയൊരു തരികടി ഓഫറുമായിട്ടാണ് ചെന്നിരിക്കുന്നത്. ഇത് ട്രംപിൻ്റെ അടുത്തൊന്നും വില പോകുമെന്ന് തോന്നുന്നില്ല. കാരണം പൈസ ഇല്ലാതെയൊന്നും ഒരു കച്ചവടത്തിനും പൂർണ്ണ കച്ചവടക്കാരനായ ട്രംപ് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാവുന്ന ഒരു കാര്യമാണ്. ഏതായാലും കടം മേടിച്ച് ജീവിച്ചു പോകുന്നവരെയൊക്കെ പറ്റി കേട്ടിട്ടുണ്ട്. കടം മേടിച്ച് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നൊരു രാജ്യത്തെപ്പറ്റി ആദ്യമായിട്ടാണ് കേൾക്കുന്നത്.